രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് പൊട്ടി. പക്ഷേ അതിൻ്റെ തകർച്ച മുഴുവൻ ഉണ്ടായത് ടാർഗറ്റ് തെറ്റിപ്പോയി. അവരുടെ വീട്ടിനകത്ത് തന്നെയാണ് അത് പൊട്ടിയത്. കോൺഗ്രസ് കുടുംബത്തിനുള്ളിൽ തന്നെ പൊട്ടി. വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ കർണാടകത്തിലെ വോട്ടർ പട്ടികയാണല്ലോ ഇതിൻ്റെ പശ്ചാത്തല വിഷയമായിട്ട് വരും. ആ കർണാടകത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. ആ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി തന്നെ, അതും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രാജണ്ണ. അതെ, അന്ന് മാത്രമല്ല സിദ്ധാരാമയ്യയുടെ അടുത്ത അനുയായിയും വിശ്വസ്തനുമായിട്ടുള്ള ആളെ സിദ്ധാരാമയ്യക്ക് തന്നെ പുറത്താക്കേണ്ടി വന്നു. ഒരു ആറ്റം ബോംബ്, രാഷ്ട്രീയ ആറ്റം ബോംബല്ലേ അത്. ഒരു പൊളിറ്റിക്കൽ ആറ്റം ബോംബോ ഹൈഡ്രജൻ ബോംബോ ആണത്. പ്ലൂട്ടോണിയമാണോ? ഒരു സംശയം, ഇനി അപ്പൊ സിദ്ധരാമയ്യെ അവിടുന്ന് തൊടാൻ പറ്റത്തില്ല. ശിവകുമാറിന്റെ അതെ, അല്ല, അദ്ദേഹത്തിന്റെ വലം കൈയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി കുറഞ്ഞു. സിദ്ധരാമയ്യയുടെ ശക്തി അത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാലം ഡി കെ ശിവകുമാറിൻ്റെയാണോ? അത് അല്ലെങ്കിൽ തന്നെ ഇത് ഡി കെ ശിവകുമാറിൻ്റെ കാലമാണ്. എന്തുകൊണ്ട്? കാരണം പാർട്ടി അലിഖിതമായിട്ട് എഴുതിയ ആ സമയം, അല്ലെങ്കിൽ അലിഖിതമായിട്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയായിട്ട് പറഞ്ഞ സമയപരിധി കടന്നിരിക്കുന്നു. വൊക്കലിംഗ, ലിംഗായത്ത് വിഭാഗങ്ങളുടെയൊക്കെ പിന്തുണ ഡി കെ ശിവകുമാറിനുണ്ട്. അതുപോലെ തന്നെ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ സിദ്ധാരാമയ്യയ്ക്കുമുണ്ട്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റുകൾ തമ്മിലും സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലുമുള്ള വലിയൊരു ഏറ്റുമുട്ടൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം മന്ത്രിസഭയിൽ നിന്ന് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ കൂടി നഷ്ടപ്പെട്ടതോടുകൂടി കുറെ കൂടി ദുർബലനായിരിക്കുകയാണ് വളരെ ശക്തനായിട്ടുള്ള സിദ്ധാരാമയ്യ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇക്വേഷൻ ഇങ്ങനെ ഇക്വിലിബ്രിയം അത് മാറി മാറി വരിക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡി കെ ശിവകുമാറിനും പക്ഷത്തിനും വലിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ്. എന്തായുധം? സിദ്ധരാമയ്യ പക്ഷക്കാരനായ ഒരാൾ, അതും പിന്നാക്ക വിഭാഗക്കാർ, അവരുടെ എല്ലാം പിന്തുണ സിദ്ധരാമയ്യക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതാ ആ പട്ടിക കോൺഗ്രസിൻ്റെ കാലത്താണെന്നുള്ള വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് ഇന്ത്യയുടെ വിമാനങ്ങൾ 5 തകർന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഉള്ള ഒരു വങ്കത്തരമോ കള്ളത്തരമോ എന്തുമായിക്കോട്ടെ, പക്ഷേ അതാണ് ആറ്റം ബോംബായിട്ട് വന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസിൻ്റെ കാലത്താണ് ഈ പട്ടിക തയ്യാറാക്കിയത്, എന്നിട്ട് കോൺഗ്രസ് ഇത് ഒരു വിധത്തിലും പരിശോധിച്ചിട്ടില്ല, കള്ളം കണ്ടെത്തിയിട്ടില്ല. കോൺഗ്രസിന് ശക്തമായിട്ടുള്ള വേരുകളുള്ള ഒരു സംസ്ഥാനമാണ് കർണാടകം എന്നുള്ളത് നമുക്ക് സുബോധ്യമാവണം. ഇതിനറിയാവുന്നതുപോലെ. കാരണം ബൂത്ത് തലം വരെ അവർക്ക് മസ് ബേസ് ഉണ്ട്. അധികാരം ബി ജെ പിക്ക് കൈമാറപ്പെട്ടപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സംസ്ഥാനമാണ്. നമുക്കറിയാം ദേവരാജ അരസ്, രാമകൃഷ്ണ ഹെഗ്ഡെ ഒക്കെ ഭരിച്ചിരുന്ന സംസ്ഥാനമാണത്. ആ സംസ്ഥാനങ്ങളിൽ ഇവരൊക്കെ, രാമകൃഷ്ണ ഹെഗ്ഡെ വന്നത് ജനതാ ഭരണകാലത്താണ്. ദേവരാജ അരസ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പോരാടിയിട്ടും അവിടെ കോൺഗ്രസിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നു. നമുക്കറിയാം അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധി എവിടെയാണ് മത്സരിച്ചത്? വിശ്വസ്തമായ മണ്ഡലം വയനാടല്ല, എവിടെയാണ്? ചിക്കമംഗലൂർ. ചിക്കമംഗലൂരിനെ മാത്രമേ IMAക്ക് വിശ്വാസമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞ്. റായ്ബറേലി, അമേഠി ഇവിടങ്ങളിലുള്ള അമിതമായ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. വിശ്വാസ ചോർച്ച സംഭവിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ അവിടെ വിശ്വസ്തമായൊരു പാറ പോലെ ഉറച്ചു നിന്ന ഒരിടമാണ് ചിക്കമംഗലൂർ. അതുപോലെ തന്നെ കേന്ദ്രപ്പാറ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലവും കോൺഗ്രസിനെ എക്കാലത്തും, ഇപ്പോഴല്ല അന്നത്തെ കാലത്ത് എക്കാലവും പിന്തുണച്ചിരുന്ന വിശ്വസ്ത മണ്ഡലമാണ്. ഉത്തരേന്ത്യയിലല്ല ഇത് രണ്ടും, ദക്ഷിണേന്ത്യയിലായി. ഓർക്കണം, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വസ്തരായ കോൺഗ്രസ്സുകാരുള്ള സംസ്ഥാനമാണ് കർണാടകം, ബലമുള്ള സംസ്ഥാനം. അവിടുത്തെ ഈ ബൂത്ത് ലെവൽ പാർട്ടി പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ഈ ലിസ്റ്റിലെ അപാകങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല? അത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഈ രാജമ്മണ്ണ എന്ന് പറഞ്ഞാൽ വളരെ പ്രബലനായിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ശക്തി സ്തംഭമാണ്. അവരുടെ വോട്ടുകളെല്ലാം BJPയിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി അടുത്ത ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതോടുകൂടി, നഷ്ടപ്രതാപം കൊണ്ട് ഇദ്ദേഹം BJPയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അതുതന്നെയാണ് ഇതിലും വലിയൊരു ആറ്റം ബോംബ് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഫലം അനുഭവിക്കുന്നത് കോൺഗ്രസ്സുകാർ. കർണാടകത്തിലെ ഒരു ലിസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് വിജയനാഥെ അറിയാം, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സിദ്ധാർത്ഥ ശങ്കർ ഏറെ വർഷക്കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ചരിത്രം ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അവിടെ എങ്ങനെയായിരുന്നു?
ഭരണത്തിൽ അവർ നിന്നത്. അത് ഈ പട്ടികയൊന്നും വെച്ചല്ല, പട്ടികയിലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അനുമതിയില്ല. കോൺഗ്രസിന്റെ ഗൂണ്ടകൾ ബൂത്തങ്ങ് വളയും. കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാൻ വന്ന വോട്ടവകാശമുള്ള ആൾക്കാരെ തല്ലും, ചതയ്ക്കും. പേടിച്ച് പലരും ബൂത്തിൽ പോകാതിരുന്നില്ല. മലയാളികളായിട്ടുള്ള ധാരാളം ആൾക്കാർ ആ കാലഘട്ടത്തിൽ കൽക്കട്ടയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരിൽ നിന്ന് കേട്ട കാര്യമാണ് ഇത്. രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ നിഷേധിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണോ? ഒരുപക്ഷെ അവർക്കതൊന്നും അറിവുണ്ടായിരിക്കില്ല. കാരണം പുസ്തകങ്ങളോ ചരിത്രമോ അവർ വായിക്കാറില്ലല്ലോ. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ വന്നത് ആരാണ്? ജ്യോതി ബാസു എന്ത് ചെയ്തു? ഈ ഗുണ്ടകളെ തൻ്റെ ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ടാണ് അവിടെ ഭരണം നടത്തിയത്. അത്ര ജനാധിപത്യപരമെന്ന്. ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും ആ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആ CPM ഗുണ്ടകളെല്ലാം കൂടി ഇപ്പോൾ മമതാ ബാനർജിയുടെ പിന്നിൽ ചേക്കേറി അവരാണിപ്പോൾ സകലവിധ ആഭാസത്തരങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും നടത്തുന്നത്. അവിടെ ഭരണഘടനയെ പലപ്പോഴും ലംഘിക്കുന്നു. എന്നിട്ടാണ് ഈ രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്ത് തലയെ വെച്ച് അമുൽ ബേബി എന്നറിയപ്പെടുന്ന ഈ രാഹുൽ ഗാന്ധി വെറും ബേബിയായ MA ബേബിയും പിടിച്ചുകൊണ്ട് നാണമില്ലാതെ MA ബേബി തിരിച്ചൂരിൽ വന്ന് പറഞ്ഞു കേട്ടോ, വെഡി ലുക്കോടുകൂടി എന്താ പറഞ്ഞ, ഞങ്ങളുടെ 40,000 വോട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ബൂത്ത് പ്രവർത്തകരുണ്ടല്ലോ, മാസ് ബേസ് ഉണ്ടെന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകർ എന്തിനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? നിങ്ങൾ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ആണല്ലോ, പിരിച്ചുവിടുക, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു. അവരുടെ ഡ്യൂട്ടി പിന്നെ 6 മാസം മുമ്പേ വരുന്നതാണ് ഈ വോട്ടേഴ്സ് പട്ടിക. എവിടെയും അങ്ങനെ തന്നെയാണ്. 6 മാസത്തെ സമയമുണ്ട് അതിൽ പേര് ചേർക്കാനോ ഒഴിവാക്കാനോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ. ആ കാലം അത്രയും ഒരുതരം ഹൈബർനേഷനിൽ സുഖനിദ്രയിലിരുന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അയ്യോ പട്ടികയിൽ ഈ പേരുണ്ട്. നോക്കൂ വിജയനാഥെ, ഈ പട്ടികയിലുള്ള പേരുമായിട്ട് പത്രപ്രവർത്തകരും BJP പ്രവർത്തകരും ആ പട്ടികയിലുള്ള ആളുകളുടെ അഡ്രസ്സ് തേടിപ്പോയി. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ ഓർക്കണം. രാഹുൽ ഗാന്ധി അവർ പലരും ഒറ്റ വോട്ടേ ചെയ്തിട്ടുള്ളൂ. പല സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് ID കാർഡുണ്ട്, പല സ്ഥലങ്ങളുടെ പേര്. പക്ഷേ ഇതെല്ലാം കൂടെ ഉത്തർപ്രദേശിലിരിക്കുന്ന ആൾ കർണാടകത്തിൽ വന്ന് വോട്ട് ചെയ്യുമോ? നോക്കണം. തൊഴിലന്വേഷിച്ച് കർണാടകം വേണ്ടത്ര തൊഴിൽ അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ഗതികെട്ട് പോകുന്നതാണ് അവരുടെ സ്വന്തം മണ്ണിൽ കിടക്കാൻ ആഗ്രഹം, പക്ഷെ അവിടെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയ നിർധനരായ ആളുകളെയാണ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത്. പിന്നൊന്നും കേൾക്കണോ? പിന്നെ അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് 0 എന്നാണ് ഒരു വീടിൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നത്. 0 എന്താണെന്ന് അറിയാമോ? അത് അവരോട് ചോദിച്ചു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു അവർക്ക് ഇന്ന് വരെ ഒരു വീട് കിട്ടിയിട്ടില്ല. പിന്നെ ഇല്ലാത്ത വീടിന് എങ്ങനെയാവുകയെ ഈ നമ്പർ കിട്ടുക? നിങ്ങൾക്ക് ഇന്ത്യയുടെ ഗ്രാമീണ ദാരിദ്ര്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റി എന്തെങ്കിലും പിടിയുണ്ടോ? അറിയുന്നുണ്ടോ? അടച്ചുറപ്പല്ലാത്ത വീട്ടുകളിൽ ടാർപോളൻ ഷീറ്റുകൾക്കടിയിൽ കഴിയുന്ന ആൾക്കാർ, പൈപ്പിനുള്ളിൽ കഴിയുന്ന മുംബൈയിലെ ഇതാണ് ഭാരതത്തിന് നിങ്ങളുടെ 70 വർഷത്തെ ഭരണം കൊണ്ട് നടത്തിയ സംഭാവന. ആ സംഭാവനയുടെ ഫലമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ്. അതും പിടിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പേ വലിയ അക്രമാസക്തനായിട്ട് നിങ്ങൾ ഷോ ഓഫ് അല്ലേ കാണിച്ചത്? നിങ്ങളല്ലേ ഷോമാൻ? നിങ്ങൾ എന്നിട്ട് അറിയാം പോലീസ് വണ്ടിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഭരണഘടനാ സ്ഥാപനത്തെ ആക്രമിക്കുകയായിരുന്നു നിങ്ങൾ. വിജയനാഥ്, ഇനിയും പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ടെങ്കിലും ഇദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് സംസ്ഥാനത്ത് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട് രാജണ്ണ. കൃത്യമായിട്ട് കറക്റ്റാണ്, സത്യസന്ധനാണ് അയാൾ. രാഹുൽ ഗാന്ധിയെ പോലെ കരട് പട്ടികയായപ്പോൾ ഇവ പരിശോധിച്ച് തെറ്റുകൾ കാട്ടുന്നതിന് പകരം നേതാക്കളെല്ലാം കണ്ണുകൾ പൂട്ടിക്കെട്ടി നിശബ്ദരായി. ഇതിൽ കൂടുതൽ ആറ്റം ബോംബുണ്ടോ വിജയനാഥ്? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇത് രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിച്ചതാ. അവർ തന്നുണ്ടാക്കി വെച്ച തെറ്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മെക്കിട്ട് കയറുകയാണ് ഈ മനുഷ്യൻ. തലയ്ക്കുള്ളിൽ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇയാളൊരു ഭീകരനാണ്. ഇന്ത്യയെ തകർക്കാൻ ഒന്നുകിൽ പൊട്ടനാണ്, അല്ലെങ്കിൽ ഭ്രാന്തനാണ്. ഇത് രണ്ടുമല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഭീകരനാണ്, കൊടും ഭീകരനാണ്. ഞാൻ പറയാം. ആദ്യം അദ്ദേഹം വളരെ there is a method in the madness എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. ഭ്രാന്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം കൂടി ചേർത്താണ് ഇയാൾ പെരുമാറുന്നത്. നോക്കൂ, ആദ്യമേ തന്നെ നമ്മുടെ പട്ടാളക്കാരെ അസ്തപ്രജ്ഞരാക്കി നമ്മുടെ 5 റഫേൽ വിമാനങ്ങൾ തകർത്തു എന്ന് കള്ളം പറഞ്ഞിട്ട് ഇന്ത്യക്കാരുടെ വീര്യവും കുറച്ചു. അതിനുശേഷം അദ്ദേഹം പാർലമെൻറ്റ് മുഴുവൻ അടാപിടി സ്തംഭിപ്പിച്ചു. ഒറ്റ ദിവസം ഈ സെഷനിൽ പാർലമെൻറ്റ് പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒച്ചയും ബഹളവും കൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഇറക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം
മന്ത്രിമാരെ മുഴുവൻ ആക്ഷേപസ്വരങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അവരെ സ്തംഭിച്ചു. അപ്പോൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ ഏറ്റവും ജുഡീഷ്യറിയിലേക്ക് വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരു ഭാരതീയ പൗരൻ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് വളരെ നെഞ്ചു പൊട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി നിരീക്ഷണം നടത്തിയപ്പോൾ നിങ്ങളാണോ ഞങ്ങളുടെ ഭാരതീയത നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചു പ്രിയങ്ക ഗാന്ധി. അതിനെതിരെ പ്രതിഷേധിച്ചു ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരല്ല. ഇവരാണോ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുന്നത്? ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുത്തക സ്വത്താണ്, കുത്തക പാട്ടമാണ് എന്ന് ധരിച്ചിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ ആര് പ്രധാനമന്ത്രി വന്നാലും ഇവർക്ക് പ്രശ്നമാണ്. ആ പ്രശ്നമാണിപ്പോൾ അവർ കത്തിക്കാളിച്ചു കൊണ്ടിരിക്കുന്നതും. ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് സ്റ്റഡി ചെയ്യുന്ന MA ബേബി പോലും മോദി ഒന്ന് അവസാനിച്ച് കണ്ടാൽ മതി എന്നുള്ള ഒരു ദുഷ്ടലാക്കോ കൂടി കുറച്ച് വിവരമുള്ള ആളാണെന്നാണല്ലോ, പുസ്തകം വായിക്കുന്ന ആളാണല്ലോ MA ബേബി. അദ്ദേഹവും ഈ പൊറോട്ടു നാടകത്തിന് കൂട്ടുനിൽക്കുന്നത് വളരെ കഷ്ടമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരം അധപ്പതിക്കുന്നതിന് ഏത് വിധത്തിലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി നടത്തുന്ന ഈ സെൽഫ് ഗോൾ അടി എന്നാണ് പറയുന്നത്. ആ സെൽഫ് ഗോൾ അടികൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനത്തെ ആണി കൂടി കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ അടിച്ചു വയ്ക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.